ശ്രീ ആർ വി ബാബു, നമുക്കറിയാം 2025 ഈ സ്വർണ്ണപ്പാളികളും മറ്റും ശബരിമലയിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയത് മുൻപ് 19-ലും 18-ലും ഒക്കെ നടന്ന വലിയ കൊള്ള മറയ്ക്കാനാണ് എന്ന് ഇതിനകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇനിയും അറസ്റ്റ് ചെയ്യേണ്ടത് PS പ്രശാന്തിനെയാണ്. കാരണം കഴിഞ്ഞ ദേവസ്വം ബോർഡിന് ഇതിൽ പങ്കുണ്ട് എന്നതിൽ ഇനിയും ആർക്കും സംശയമില്ല. പക്ഷേ പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, കടകംപള്ളിയുടെ കാര്യത്തിൽ പിടിമുറുക്കുന്നില്ല. അപ്പോൾ വീണ്ടും അന്വേഷണം മറ്റേതോ തലത്തിലേക്ക് പോകുകയാണ്. കേന്ദ്ര ഏജൻസികൾ വരണം എന്ന ആവശ്യവും ഈ ഘട്ടത്തിൽ ശക്തമാവുകയാണ്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് തുടക്കം മുതലുള്ള വിശ്വാസികളുടെ കുറെ ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകൾ അർത്ഥവത്താണ്, അത് വസ്തുതാപരമാണ് എന്ന് നമുക്ക് പിന്നീട് ഓരോ സംഭവങ്ങളും കാണുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം കിട്ടിപ്പോയത്, ഈ വിഷയത്തിൽ അന്വേഷണം ചില വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങി പോയത്, ഇതൊക്കെ അന്വേഷണത്തിന്റെ മൊത്തം വിശ്വാസ്യതയെ തന്നെ സംശയത്തിൽ ആഴ്ത്തുന്നതായിരുന്നു എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പ്രശാന്തിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ പ്രശാന്തിനെ പ്രതിയാക്കേണ്ടതായിരുന്നു എന്നതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. കാരണം പ്രശാന്ത് ഇരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകൾ അത് തീർത്തും സുതാര്യമല്ലാത്ത ചില നടപടികളാണ് പ്രശാന്തിന്റെ ഭരണകാലത്തുണ്ടായത്. 2025-ലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിനെ സംബന്ധിച്ചും ദ്വാരപാലപീഠം കൊണ്ടുപോയതിനെ സംബന്ധിച്ചൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വേണ്ടത്ര ആലോചനയോ ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയോ ചെയ്തതിൽ വളരെ വലിയ ദുരൂഹത ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ സർക്കാർ അന്ന് പ്രശാന്തിനെ സംരക്ഷിച്ചു. ഒരുപക്ഷെ പ്രശാന്തിന്റെ രാഷ്ട്രീയമായ ഐക്യം ഇടതുപക്ഷത്തോടായിരുന്നത് കൊണ്ടോ CPM-ന്റെ ഒരു നോമിനി ആയിരുന്നു പ്രശാന്ത് എന്നതുകൊണ്ടോ ആയിരിക്കാം അന്ന് സംരക്ഷിച്ചത്. പക്ഷെ ഇന്നത്തെ ഭരണകൂടം എന്തിനാണ് പ്രശാന്തിനെ സംരക്ഷിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസ്, കോടതിയുടെ മോണിറ്ററിംഗിലുള്ളതൊക്കെ ആണെങ്കിലും പോലീസിന് പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഒരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായ യാതൊരു തടസ്സവും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് പ്രശാന്തിനെതിരെ കേസ് ചാർജ് ചെയ്യാത്തത്? അതും ഒരു ഫ്രഷ് FIR ചാർജ് ചെയ്തുകൊണ്ട് പോലീസിന് കേസെടുക്കാവുന്നതാണ്. കോടതി രണ്ടും നിലവിലുള്ള കേസിലേക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ആ കേസ് വിശാലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് FIR ഇടുകയോ ചെയ്യാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോടതിയുടെ ആ നിഗമനത്തിൽ നിന്നുകൊണ്ട്, നിർദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ FIR ചാർജ് ചെയ്യുന്നതിന് തടസ്സം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ. ഈ മല എലിയെ പ്രസവിക്കുന്ന പോലെ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ശബരിമല കേസ് അന്വേഷണം എവിടെ എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങള് എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പൊതുവിശ്വാസികളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ്. പക്ഷേ ഈ വസ്തുതകൾ നമ്മൾ വ്യക്തമാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ കാര്യവും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ വിശ്വാസികൾക്കുള്ളത്. ഓക്കെ, വളരെ നന്ദി. ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പ്രതികരിച്ചത്.